ഹായ്, എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വ്ളോഗാണ്. പിന്നെ എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ പോളണ്ടിൽ. അപ്പോൾ ഞാനിപ്പോൾ റിഗേന്ന് സ്റ്റാർട്ട് ചെയ്താണ് ജേണി. ഇപ്പോൾ റിഗേന്ന് പോകുന്നുണ്ട് കുറച്ച് നേരമായി. ഏകദേശം ഒരു 700 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് റിഗേന്ന് വാർസോയിലേക്ക്. വാർസോ എന്ന് പറയുന്നത് പോളണ്ടിൻ്റെ ക്യാപിറ്റലാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകാൻ പ്ലാൻ. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടും വരുന്നുണ്ട് ജർമ്മനിയിൽ നിന്ന്. അവനും വാർസോയിലേക്ക് എത്താമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. എൻ്റെ കൂടെ ബിടെക് പഠിച്ചതാണ്. അപ്പോൾ ഒരുപാട് കാലമായി ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ എന്നാണ് ഇപ്പോൾ അതിനൊരു പ്ലാനായത്. പിന്നെ ഇപ്പോൾ ഏകദേശം ഒരു 11 മണിക്കൂറുണ്ട് പിന്നെ റിഗേന്ന് വാർസോയിലേക്ക് പോകാൻ. അപ്പോൾ എൻ്റെ ജേണി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ബാക്കി കാര്യങ്ങളൊക്കെ എന്നാലും അവിടെ എത്തിയിട്ട് നോക്കാം. പിന്നെ ഏകദേശം നൈറ്റാവും അവിടെ എത്തുമ്പോഴത്തിന്. അപ്പോൾ അവിടെ റൂം എടുത്തിട്ട് പിറ്റേ ദിവസം നാളെ മൊത്തം കറങ്ങാനാണ് പ്ലാൻ. അപ്പോൾ അത് കറങ്ങിയിട്ട് പിന്നെ അവനെയും കൊണ്ട് നേരെ അന്ന് രാത്രി തന്നെ എന്താ പറയുക റിഗയിലോട്ട് ബസ് കയറും. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ വഴിയെ നോക്കാം, എവിടെ എത്തും എന്താവും എന്നൊക്കെ. ഇപ്പോൾ ഏകദേശം ലിത്വാനിയ എത്തി. പിന്നെ ഇവിടെയൊക്കെ നല്ല മഴയും മഞ്ഞും. ഈ ലോങ്ങിലോട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. ലിത്വാനിയയിലെ ഒരു സ്ഥലത്ത് ഒരു 10 മിനിറ്റ് ബസ് നിർത്തിയതാണ്. ഇവിടെയൊക്കെ നല്ല സ്നോഫോളാണ്. ഇവിടുന്നും പോകാനായി. അപ്പോൾ ഇനിയുണ്ട് ഒരു 8 മണിക്കൂറൊക്കെ പോകാൻ. അപ്പോൾ ഏകദേശം അവിടെ എത്തിയിട്ട് കാണാൻ പറ്റും. നൈറ്റേ എത്തുള്ളൂ, നോക്കട്ടെ. ഇത് ലിത്വാനിയയിൽ കൗനാസ് എന്ന് പറഞ്ഞൊരു സിറ്റിയാണ്. അത്യാവശ്യം വലിയ സിറ്റി. അപ്പം ബസ് അതിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴ. അപ്പോൾ ഇവിടെ ഹാൾട്ട് ചെയ്താണ്. ഇതിപ്പോൾ ഇവിടുന്ന് ഇനിയുണ്ട് ഒരു 5-6 മണിക്കൂറും കൂടെ. എന്തായാലും റിഗേനെക്കാട്ടിൽ നല്ല തണുപ്പുണ്ട് കേട്ടോ ഈ ലിത്വാനിയയിൽ. ഇവിടെ സീന്. ഞാൻ വിചാരിച്ച ലാറ്റ്വിയൊക്കെയാണ് ഏറ്റവും നല്ല തണുപ്പുള്ള കൺട്രി എന്നൊക്കെ. പക്ഷേ ഇവിടെ ഇപ്പോൾ ലിത്വാനിയയിൽ നമ്മൾ കൗനാസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി. പക്ഷേ ഇവിടെ അതിലും തണുപ്പ്. നല്ല മഞ്ഞുണ്ട്, മഴയും മൊത്തം നനഞ്ഞ്. ഇനി പോയി നോക്കട്ടെ പോളണ്ടിൽ. പക്ഷെ അവിടെ നെറ്റിൽ നോക്കിയപ്പോൾ നല്ല ക്ലൈമറ്റൊക്കെ കണ്ടേ. ഇനിയുണ്ട് ഒരു 300-400 കിലോമീറ്ററും കൂടെ. അപ്പോൾ നോക്കാം അവിടെ എത്തിയിട്ട് എന്താവുന്നുണ്ട്. ഇതൊരു പഴയൊരു സിറ്റി പോലത്തെ. അതങ്ങോട്ട് കുന്നിൻ്റെ മുകളിലൊക്കെ കുറേ വീടൊക്കെ കണ്ടോ, അങ്ങനത്തെ ഒരു സെറ്റപ്പ്. ഞാൻ ഇപ്പോൾ ഉള്ളത് ആ ബസ് സ്റ്റോപ്പിലാണ്. പിന്നെ അവിടെ നല്ലൊരു പള്ളിയൊക്കെ ഉണ്ട്. കുറേ കാലത്തേക്ക് സൈസൊക്കെ കണ്ടിട്ടു. അങ്ങനെ ഏകദേശം ഒരു 12 മണിക്കൂർ ജേണിക്ക് ശേഷം റിഗേന്ന് ഞാൻ പോളണ്ടിലെത്തി, വാർസോയിലെത്തി. അപ്പോൾ എൻ്റെ ഫ്രണ്ടിന് വണ്ടി വെയിറ്റ് ചെയ്യുക, അവൻ ഇതിലുണ്ട്, നോക്കാം. എന്തായാലും അടിപൊളി ചെയ്യണേ. പക്ഷേ റിഗനെങ്ങാട്ട് തണുപ്പുണ്ട് കേട്ടോ ഇവിടെ, സീനാണ്. നോക്കട്ടെ ഇനിയിപ്പോൾ എന്താവും. ഇനിയിപ്പോൾ റൂമൊക്കെ നോക്കണം, നാളെ മൊത്തം കറങ്ങണം, ഒക്കെ പ്ലാനാണ്. അവനെത്തിയാണ്. വെൽക്കം ടു യൂറോപ്പ്. കിട്ടി ആ കാണുന്ന പാലത്തിനില്ല നമ്മൾ കൊണ്ട്. കുറച്ച് നല്ല അടിപൊളി ബിൽഡിങ്ങിൻ്റെ നൈറ്റ് വ്യൂ കാണിച്ചു തരാം. ഇവിടെ ഒരു റെയിൽവേ ക്രോസിൻ്റെ ഓവർ ബ്രിഡ്ജ് എന്നുള്ളൊരു വ്യൂ ആണ്. അവിടെ കുറേ പഴയ ട്രെയിനുകളൊക്കെ ഉണ്ട്. അങ്ങനെ പോളണ്ടിലെത്തി, വാർസോയിലെത്തി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ ഒരു റൂം കണ്ടിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് മെല്ലെ പോവാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ നാളെ കാണിച്ചു തരാം. പിന്നെ നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് പോളണ്ട്. അങ്ങനെ പോളണ്ടിലാണ് ഇപ്പോൾ മോർണിംഗ് ആയി. പിന്നെ ഇതാണ് ഞങ്ങളുടെ റൂം. പിന്നെ AOH ഹോസ്റ്റൽസ് എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം ചീപ്പായിട്ട് എന്താ പറയുക റൂമൊക്കെ അവൈലബിൾ ആണ്. അടിപൊളി സ്റ്റേ, നല്ല വൃത്തിയുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇപ്പോൾ ഓരോ അടുത്ത ലൊക്കേഷനൊക്കെ തപ്പി അങ്ങനെ പോവാണ്. എന്നാലും എൻ്റെ മുന്നിൽ നല്ല വീട്ടിലെ വ്യൂ. പുതിയ ഞാൻ പറഞ്ഞില്ലേ, പുതിയ കുറേ ബിൽഡിങ്ങൾ. എന്താ അടിപൊളിയാണെന്ന് അറിയാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങോട്ടേക്ക് ലക്ഷ്യമാക്കി അങ്ങനെ പോകും. അപ്പോൾ സെറ്റല്ലേ. ഇതാണ് എൻ്റെ ചങ്ക് ഫ്രം ജർമ്മനി. ഇവിടെ ഏകദേശം സ്പ്രിങ് സ്റ്റാർട്ടായിരുന്നു. പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ അങ്ങോട്ടാണ് നടക്കണത്. എന്തായാലും അടിപൊളി. എനിക്ക് തോന്നുന്ന ഹൈറ്റ് ഹബ്ബൊക്കെ പോലെ എന്തോ സെറ്റപ്പ് ആയിരിക്കും. കൊള്ളാം. പിന്നെ ഇതാണ് ഇവിടുത്തെ ട്രാം. പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ കളറൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയൊക്കെ ആയിരുന്നു ഇവിടെ. ഇപ്പോൾ എന്താ പറയുക, കാറ്റുണ്ടെങ്കിലും പിന്നെ അഡ്ജസ്റ്റബിളാണ്, കുഴപ്പമില്ല. എന്നാലും റിഗനെക്കാട്ടും തണുപ്പുണ്ട്. അത് നോക്കാം. ഇന്ന് നൈറ്റ് തന്നെ ഞങ്ങൾ റിഗയിലോട്ട് തിരിച്ചു പോകും. ഇവനൊന്ന് റിഗയൊന്ന് കാണണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പോകാനാണ് പ്ലാൻ. ബസ്സൊക്കെ ബുക്ക് ചെയ്തതാണ്. അപ്പോൾ അതുവരെ ഞങ്ങൾ വാർസോ മൊത്തം ഒന്ന് ചുറ്റി കറങ്ങാനാണ് പ്ലാൻ. അപ്പോൾ
അല്ലെങ്കിൽ നല്ല ലൊക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ വീഡിയോയിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ. ഈ റെഡ് കളറിൽ ഇങ്ങനെ കാണുന്നത്. ഇതിപ്പോൾ പക്ക സെൻട്രലായി ഇവിടെ. പക്ഷെ ഇവിടെയൊക്കെ പുതിയ പുതിയ കുറേ ബിൽഡിങ്ങുകളാണ്. ഇവിടെ ഓൾഡ് ടൗൺ ഒക്കെ ഉണ്ടോയെന്നല്ല നോക്കട്ടെ. ബിൽഡിങ്ങൊക്കെ കാണിച്ചു തരാം. എന്ത് രസമാണ്, അടിപൊളി. അതായത് ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്. ഇതും നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾക്ക് പോകാനുള്ളത് അവിടെ ഒരു ക്ലോക്ക് പോലത്തെ ഒരു സാധനം കണ്ടോ, അങ്ങോട്ടേക്കാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. എന്തായാലും ഇവിടുത്തേക്ക് ബിൽഡിങ് ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി. ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകാനുള്ള. നല്ല വെയിലുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോകാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഈ സ്പ്രിങ് സീസൺ ആയതുകൊണ്ടേ അടിപൊളിയാണ്. ലാറ്റ്വിയയിലൊന്നും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തില്ല. നല്ല പച്ചപ്പും നല്ല ബിൽഡിങ്ങുകളും അടിപൊളി. പിന്നെ അത് അതിൻ്റെ ഇടയിൽ കൂടെ കാണാൻ നല്ല രസമുണ്ട്. ഈ പോളണ്ട് എന്ന് പറയുന്നത് തന്നെ പിന്നെ അത്യാവശ്യം വലിയൊരു രാജ്യമാണ്. അതിൻ്റെ ക്യാപിറ്റലാണ് ഞാനിപ്പോൾ ഉള്ളത്, വാർസോയിൽ. പിന്നെ ഇവിടുത്തെ എന്താ പറയുക, യൂറോപ്യൻ യൂണിയൻ ആണെങ്കിലും ശങ്കൻ കൺട്രി ആണെങ്കിൽ പോലും ഇവിടുത്തെ ക്യാഷ് ഡിഫറെൻറ്റാണ്. ഇവിടെ പോളിഷ് സ്ലോട്ടി എന്ന് പറയാം. ഇപ്പോൾ യൂറോ അല്ല. ഇപ്പോൾ യൂറോനെക്കാട്ടിലും INR കൺവേർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ 20 യൂറോ അങ്ങനെ, അല്ല 20 രൂപ അങ്ങനെ വരുള്ളൂ. അപ്പോൾ യൂറോയ്ക്ക് എത്ര 90 സംതിങ് അങ്ങനെ. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പോളണ്ട്. എന്തായാലും കുഴപ്പമില്ല കേട്ടോ, നല്ല അടിപൊളി രാജ്യം. പിന്നെ കാണാനൊക്കെ ഭയങ്കര നീറ്റാണ്, നീറ്റ് ആൻഡ് ക്ലീൻ. ബാക്കി ഞാൻ വഴി അങ്ങനെ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അടുത്തെത്തി. ഇതാണ് വാർസോയിലുള്ള പാലസ് ആൻഡ് കൾച്ചറൽ സയൻസ്. ഇതാണ് ഈ ബിൽഡിങ്ങിൻ്റെ പേര്. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. ഗ്രൗണ്ടും കുറേ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റേ ടൂറിസ്റ്റ് ഇൻഫർമേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എന്നാലും കൊള്ളാം കേട്ടോ, അടിപൊളി. ഈ ലാറ്റ്വിയയിലുണ്ട് ഇതേപോലത്തെ ഒരു സിമിലർ ബിൽഡിങ്. ഇത്ര അടിപൊളി അല്ലെങ്കിലും കൊള്ളാം. എന്നാലും ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഫസ്റ്റ് ലൊക്കേഷൻ ആയിരുന്നു ഇത്. ഇത് കഴിഞ്ഞിട്ട് വേറെയും കുറേ പാലസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനാണ് പ്ലാൻ. അങ്ങനെ ഇതിൻ്റെ താഴെ വന്നപ്പോൾ കുറേ വിൻറ്റേജ് കാറൊക്കെ ഉണ്ട്, അടിപൊളി. പഴയ മോഡല്. പിന്നെ അതാ പഴയൊരു ബസ്, അത് 2 എണ്ണം ഉണ്ട്. ചെക്കൻ ഒരേ പൊളി, ചില്ലിങ് ഓൺ പോളിഷ്. ഞാൻ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ കാണിച്ചു തരാം. അത് കുറച്ച് ആ ബിൽഡിങ്ങിനടുത്ത് കുറച്ച് ലോങ് ആയിട്ട്. ഇതാണ് ഇവിടെ സെൻട്രൽ സ്റ്റേഷൻ. പാലസ് ഇത് അടിപൊളിട്ടാണ്, നൈസാണ്. അവിടെ മ്യൂസിയം ഉണ്ട്. പിന്നെ നമുക്ക് സമയപരിമിതി മൂലം അതിലൊന്നും കയറണില്ല. സെൻട്രൽ സ്റ്റേഷൻ ഇങ്ങനെ കാണിച്ചു തരാം ചുറ്റിലും. ഓ അടിപൊളി. എന്തായാലും ഈ ഏരിയ ഒക്കെ ഉണ്ടോ, അടിപൊളിയാണ്. പിന്നെ പണ്ട് ഹിറ്റ്ലറൊക്കെ അത് തകർത്ത് പോയതിനു ശേഷം ഉണ്ടാക്കി പടുത്ത സാധനങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ പഴയ ബിൽഡിങ്ങുകളായിട്ടൊന്നും കാണുന്നില്ല ഇവിടെ. എല്ലാം പുതിയ പുതിയ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ. എന്തായാലും അടിപൊളി. പിന്നെ എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടൊരു രാജ്യം. എന്തായാലും വാർസോ കൊള്ളാം. ഇനി കുറച്ച് അങ്ങോട്ടൊക്കെ പോയി നോക്കട്ടെ. ഒരു കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര നീറ്റാട്ടോ. ഇതൊക്കെ നല്ല വൃത്തിയുള്ളൊരു കൺട്രി. ഏതാ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യേണ്ട അവർ. അപ്പോൾ അതന്നെ മെയിൻ അട്രാക്ഷൻ ഇവിടെ. സൂര്യൻ അടിച്ചിട്ട് എന്ത് രസം. നമ്മളിപ്പോൾ സെൻട്രൽ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്തി. ഇവിടുത്തെ കാറുകളൊക്കെ നൈസാണ്. ഇതിൻ്റെ ഫുള്ള് മറ്റേ എക്സോസ്റ്റൊക്കെ കയറ്റിയിട്ട് എല്ലാ വണ്ടികളും, അതായത് സുപ്രയൊക്കെ അതാണ്. പിന്നെ മെയിനായിട്ട് പറയാനുള്ള ഇവിടെ ബിൽഡിങ്സ് ഒക്കെ പുതിയ പുതിയ ബിൽഡിങ്സ്. കുറേ പഴയ ബിൽഡിങ് വളരെ ചുരുക്കമുള്ളൂ ഇവിടെ കാണാൻ. അതിൽ കൊള്ളാം. ഒരു പാർക്കിലോട്ട് കയറിയതാണ്. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള പാർക്ക്. പിന്നെ അവിടെ ഫ്രണ്ടിൽ എന്തൊക്കെ കാണുന്നുണ്ട്, പോയി നോക്കട്ടെ. ഇപ്പോൾ എന്താ വെച്ചാൽ രാവിലത്തെ അത്ര ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോൾ സൂര്യന് കുറച്ചൊന്ന് ചൂട് കൂടി, ക്ലൈമറ്റ് ഒന്ന് ഇൻക്രീസായി. എന്തായാലും അഡ്ജസ്റ്റബിളാണ്. എന്നാലും കുറച്ചുകൂടി കാണട്ടെ. എന്തായാലും അടിപൊളി കേട്ടോ. ഞാൻ അങ്ങനെ അത്ര വലുതാക്കിയിട്ട് എക്സ്പെക്റ്റും ചെയ്തില്ലായിരുന്നു. എന്തായാലും കുഴപ്പമില്ല. നല്ല പുതിയ പുതിയ ബിൽഡിങ്ങുകളും പിന്നെ മതിയായ കാറുകളാട്ടോ ഇവിടെ. സ്പോർട്സ് കാറൊക്കെ നല്ല പോലെ ഉണ്ട്. അതൊക്കെയാണല്ലോ നമുക്കൊരു ക്രൈസ്. അങ്ങനെ ഈ പാർക്കിൽ നിന്ന് മെല്ലെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതാണ് ഇതിൻ്റെ ഗേറ്റ് വരുന്നത്. പിന്നെ ഫ്രണ്ടിലൊക്കെ കുറേ പഴയ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതാണ് പോളണ്ടിൻ്റെ ഫ്ലാഗ്, വൈറ്റും റെഡും ആയിട്ട്. നല്ല കാറ്റടിച്ചിട്ട് ഇപ്പോൾ ജാക്കറ്റിൻ്റെ ക്യാപ്പൊക്കെ ഇട്ടാണ് നടക്കണേ. എന്തായാലും നല്ലൊരു
ഫീല് കുഴപ്പമൊന്നുമില്ല. പിന്നെ വെയിലടിക്കുന്നതുകൊണ്ട് തണുപ്പ് അങ്ങനെ പറയുന്നില്ല. രാവിലെ നല്ല സീനായിരുന്നു. സ്ഥലം കുറച്ചുകൂടെ ഒക്കെ കറങ്ങി നോക്കട്ടെ. അങ്ങനെ പോളണ്ടിൻ്റെ ഫ്ലാഗ് ബാക്കിൽ പറഞ്ഞത്. അപ്പോൾ നല്ല വെയിലുണ്ട്, കണ്ണൊക്കെ അടിച്ചിട്ട്. അവിടെ പച്ചാത് കാണാമെന്ന് തോന്നുന്നു പാലസ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോകുന്നത്. എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. ഇതെന്തായാലും കൊള്ളാം. പിന്നെ അവിടെ ഒരു ചർച്ചൊക്കെ ഉണ്ട്. അതായത് ഫെറാറി പോണതാ. പിന്നെ പോഷെ കിടില വണ്ടികളുണ്ട് കുറേ ഇവിടെ. പിന്നെ എടുത്ത് പറയണത് വെച്ചാൽ ഇവിടുത്തെ വൃത്തി അത് അടിപൊളിയാണ്. തോന്നണ്ടില്ലേ ഏതാ അടിപൊളി. ഇത് ഇവിടുത്തെ അത്യാവശ്യം റിച്ച് ബാറാന്ന് തോന്നുന്നു. ഫുള്ള് കിടില വണ്ടികളൊക്കെ അവിടെ നിർത്തിയിട്ട്. പിന്നെ നമ്മളെ പാലസ് വരുന്നത് ഇതിൻ്റെ ബാക്കിലാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. പിന്നെ അവിടെ എന്തോ ഒരു പഴയൊരു ചർച്ചറ്റം കാണുന്നു. കാറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അന്യായ കാറ്റ്. അപ്പോൾ അങ്ങോട്ടൊക്കെ ഒരു ഓൾഡ് ടൗൺ ഒരു ഫീല്. അതാണ് പാലസ്. ഫ്രണ്ടിലൊക്കെ വീട്ടില്ല ഫെറാറി ഒക്കെ നിർത്തിയിട്ട്. 2 മില്യൺ കൊടുത്ത് വാങ്ങല്ലേ? അതെ. ഈ സ്ട്രീറ്റ് എന്തായാലും അടിപൊളി. ഇതാണ് ആ പാലസ് എന്ന് പറയുന്നത്. പക്ഷെ വലിയൊരു റൂമില്ല, ചെറിയൊരു സെറ്റപ്പാണ്. പിന്നെ അതായത് ഇവിടുത്തെ സ്ട്രീറ്റ്. എന്തായാലും നല്ല അങ്ങോട്ടേക്കൊക്കെ നടന്നു നോക്കട്ടെ. മ്യൂസിക്കും കേട്ട് ഇങ്ങനെ സ്ട്രീറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ ഒന്നും കൂടി ഇവിടുത്തെ ഒരു വ്യൂ കാണിച്ചു തരാം. ഇതിൽ കൂടെയൊക്കെ നല്ലപോലെ ആൾക്കാരും ഉണ്ട്. സ്ട്രീറ്റിൻ്റെ ഒരു ഏരിയ ഞാൻ കാണിച്ചു തരാം. ഇതൊരു ഫുഡ് സ്ട്രീറ്റാണ്, ഫുള്ള് റെസ്റ്റോറൻറ്റ്സാണ് കാണുന്നത്. പിന്നെ അവിടെ അടുത്ത് ഇങ്ങനെ പാട്ടൊക്കെ പാടുന്നുണ്ട്. എന്തായാലും നല്ല കളർഫുൾ സ്ട്രീറ്റ്. അങ്ങനെ നല്ല ഇംഗ്ലീഷ് പാട്ടൊക്കെ ഇട്ടിട്ട് ഇവിടെ അത്യാവശ്യം അപ്പോൾ കണ്ടതിൽ അത്യാവശ്യം നല്ലപോലെ ആൾക്കാരുള്ള ഇവിടെയാണ്. ഇവിടുത്തെ ഓരോ കഫേ കാണാൻ എന്ത് ഭംഗിയാണ്. പിന്നെ അങ്ങോട്ടേക്ക് കളർഫുൾ കുറേ ബിൽഡിങ്ങുകൾ. സൂപ്പർ. നമ്മൾ ആ സ്ട്രീറ്റിൽ കുറച്ച് മുന്നോട്ട് വന്ന് വേറെ സ്ക്വയറിലെത്തി. ഇവിടെ നല്ല അടിപൊളി. അങ്ങനെ പോളണ്ട് വന്ന് ഹിന്ദി പാട്ട് കായ് നമ്മുടെ ഹോളിന്റെ പരിപാടിയാ. ഇതെന്തായാലും സെറ്റ് പരിപാടിയാട്ടോ. അവിടെ ഹോളിയിലൊക്കെ കുളിക്കാണ് എല്ലാവരും. അങ്ങനെ ഞാനിത് ഇവിടുന്ന് ഒരു അടിപൊളി വ്യൂ കാണിച്ചു തരാം. ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് അയ്യോ അവിടെ അതെന്തോ ഒരു ഇൻഡോർ സ്റ്റേഡിയമാണെന്ന് തോന്നുന്നു. ട്രാം സ്റ്റോപ്പാണ്. അതവിടെ ഒരു പാണ്ടച്ചാട്ടൻ അവിടെ ഉണ്ട്, അവിടെ വേറെ ഉണ്ട്. അല്ല ഈ സ്ക്വയറൊക്കെ ഏതായാലും അടിപൊളി. ഇവിടെ നിന്നുള്ള ആ വ്യൂ ഇല്ലേ അതും സെറ്റാണ്. നമ്മളെ ഈ മുന്നിൽ ഇത് കാണുന്നതാണ് റോയൽ കാസിൽ വാർസോ. ഉള്ളിലോട്ട് കയറാൻ പോവാണ്. ഉള്ളിൽ കയറിയിട്ട് നോക്കാം. ഓ അടിപൊളി. ആ ഇൻറ്റീരിയറൊക്കെ സെറ്റാണ്. ഒരു ഇൻഡോർ അടിപൊളി. ഇവിടെ അതേപോലെ ഒരു ചെറിയൊരു സ്ട്രീറ്റ്. ഇതിപ്പോൾ ലാറ്റ്വിയയിലൊക്കെ ഉള്ള പോലെ തന്നെ കുഞ്ഞി കുഞ്ഞി ഓൾഡ് ടൗൺ പോലെ. ഇവിടെയുള്ള ഓരോ സ്ട്രീറ്റിൻ്റെ വൃത്തിയാണ്. ഏതാ നീറ്റ് എന്നറിയാം. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടവർ. നമ്മൾ ഈ പോളണ്ടിൻ്റെ ഓൾഡ് ടൗണിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി കുറേ ബിൽഡിംഗ് ഒക്കെയാണ് ഇവിടെ. അങ്ങനെ ആ ഓൾഡ് ടൗണിൽ കൂടെ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴാണ് ഇവിടെ ഈ കാസിൽ കണ്ടത്. അവിടെ നല്ല വ്യൂ ഉണ്ട് താഴേക്കെന്ന് തോന്നുന്നു. അവിടെയൊക്കെ കുറേ പേര് നിൽക്കുന്നുണ്ട്. അവിടെ പോയി നോക്കട്ടെ. അങ്ങനെ നമ്മൾ ആ കാസിലിൽ കുറച്ച് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇവിടെ നിന്നൊരു ഹൈറ്റ് എന്നുള്ളൊരു വ്യൂ ആണ്. താഴെ കുറേ കാറൊക്കെ പാർക്ക് ചെയ്തു. അവിടെയൊക്കെ ഇലകളൊക്കെ അങ്ങനെ വന്നു തുടങ്ങിയാണ്. ഞാൻ ചുറ്റി കാണിക്കുക. വെയിലായതുകൊണ്ട് വലിയ ക്ലാരിറ്റി വരുന്നില്ല. നല്ല അടിപൊളി പ്ലേസ് കിട്ടോ. ഞാനൊക്കെ ഇത്ര എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു. ഇതിപ്പോൾ കാസിലോട്ട് ഇങ്ങനെ പോകുന്നൊരു ചെറിയ വഴിയാണ്. നൈസ്. അങ്ങനെ നമ്മൾ ആ കാസിലിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോവാണ്. അവിടെ കുറേ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് മനാഫ്. ഇപ്പം ജർമ്മനിയിലാണ്, ഞാൻ ലാറ്റ്വിയയിലും. ഒരുമിച്ച് ബിടെക് പഠിച്ചാണ്.
പിന്നെ എൻ്റെ ട്രാവൽ പാർട്ണർ എന്ന് വേണമെങ്കിൽ പറയാം. നാട്ടിലെ കാലം മുതൽ ഏതോ 2019 മുതൽ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയാൽ ഒരുമിച്ച്. ഞാനിപ്പോൾ ഇന്ത്യയിൽ സകല മണ്ണും ചവിട്ടി തീർത്തിട്ട് ഞാനിപ്പോൾ യൂറോപ്പ് ചവിട്ടി തീർക്കാനാണ് പ്ലാൻ. അങ്ങനെ ഞങ്ങളൊക്കെ യാത്ര തുടങ്ങാണ്. ഇനി ഓരോരോ വീഡിയോയിൽ നമ്മളിങ്ങനെ കാണാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇപ്പോൾ പോളണ്ട് എക്സ്പ്ലോർ ചെയ്ത് ഇനിയിപ്പോൾ നേരെ ലാറ്റ്വിയ പോയിട്ട് അവിടെ ഒന്ന് സെറ്റാക്കണം. പിന്നെ ഏതെങ്കിലും അടുത്ത പ്ലാനിൽ ഏതെങ്കിലും കൺട്രി പിടിക്കണം. അല്ല അവനാഫേ നെക്സ്റ്റ് പ്ലാൻ അടുത്തത് പിന്നെ അല്ല. നമ്മൾ അതിലൂടെ നടന്ന് വേറൊരു സ്ക്വയറിലെത്തി. കളർഫുൾ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നൈസ്. അതാ ഇവിടെ നേരത്തെ പോയി വന്നപ്പോഴത്തേന് അടിപൊളി പരിപാടി. തകർപ്പും പരിപാടി കേട്ടോ. എന്നാലും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ പോലെ. ഇത് ഇവിടുത്തെ ഒരു റോയൽ ഹോട്ടലാണ്. ഹോട്ടൽ വില്ലോട്ടോ. ഏതാ അടിപൊളി. നല്ല ഭംഗിയുണ്ട് ഈ ആർക്കിടെക്ചറൊക്കെ കാണാൻ. ഇതൊരു അടിപൊളി ട്രാമിൻ്റെ ട്രാക്ക്. ട്രാം അത് പോകുന്നു. നല്ല ഭംഗിയുണ്ട് ഈ ഏരിയ ഇങ്ങനെ കാണാൻ. ട്രാമിലിങ്ങനെ കൊളാഡ് ചെയ്ത് പോകുന്നു. ഇവിടുത്തെ നീറ്റ്നെസ്സാണ് എനിക്ക് പിന്നെയും പറയാനുള്ളത്. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട അവർ അടിപൊളിയായിട്ട് എല്ലാ സ്ട്രീറ്റും അടിപൊളി. ഇപ്പോൾ നമ്മൾ ഓൾഡ് ടൗണിൽ നിന്ന് പിന്നെ സെൻട്രലിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ആ പോകുന്ന വഴിയാണ്. പാർക്കിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ പോകുന്നതാണ് നല്ല രസം. ഇവിടെ ഇതാ നല്ല അടിപൊളി കുറേ ബിൽഡിങ്ങൾ. അത് നേരത്തെ നമ്മൾ വന്നതാണ്. അങ്ങോട്ടേക്ക് തന്നെയാണ് ഇപ്പോൾ പോകുന്നത്, സെൻട്രലിലോട്ട്. അങ്ങനെ നടന്ന് വേറെ സ്ട്രീറ്റിലെത്തി. ഇവിടെ ഇതാ ഒരു സെറ്റ് ബിൽഡിങ്. അപ്പോൾ എന്ത് ഹൈറ്റാണെന്നറിയാം. നമ്മൾ തിരിച്ച് പിന്നെ ഇവിടെ എത്തി. ഇതിൻ്റെ വേറൊരു സൈഡിലാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലാണ് മറ്റേ സെൻട്രൽ സ്റ്റേഷൻ വരുന്നത്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ കാണിച്ചത്. ഓ അടിപൊളി. ഏകദേശം സൺസെറ്റ് ആവാനായി. സൂര്യൻ ഇതിൻ്റെ മുകളിൽ മാത്രം അടിക്കണേ. ഏകദേശം സൂര്യൻ താന്ന് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ കാണാൻ. നമ്മൾ അടുത്തായിട്ട് പോകുന്നതാണ് ഇവിടുത്തെ വാർസോലത്തെ ഒരു മാളായത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് മെല്ലെ ബസ് സ്റ്റാൻഡിൽ പോവും. പിന്നെ നേരെ റിയയിലോട്ട്. അങ്ങനെ ഇതാണ് ഇവിടുത്തെ മാള. അത്യാവശ്യം വലിയ മാളാണ്. എന്നാലും അങ്ങോട്ട് പോയി നോക്കാം. നല്ല നീറ്റ് കൺട്രി. ഇവിടെയൊക്കെ എന്തോ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അണ്ടർ കൺസ്ട്രക്ഷൻ. അതായത് ഇതിൻ്റെ താഴെ. അത് കുറച്ചുകൂടി കഴിയുമ്പോൾ ഒക്കെ സെറ്റായി വരും. മാളിലേക്ക് പോകാൻ ഇങ്ങനെ അണ്ടർഗ്രൗണ്ട് വഴി അവിടെ ഇങ്ങനെ കയറണം. ഈ സൺസെറ്റ് കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ ഈ മാള് സൺഡേ അടച്ചിടലാന്ന് തോന്നുന്നു. ഒറ്റ സ്റ്റോറും തുറന്നിട്ടില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിൽ കുറേ ഫുഡ് സ്ട്രീറ്റൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയി നോക്കട്ടെ. എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം. അപ്പോൾ നാട്ടിൽ പോകുന്നതിന് മുന്നേ, നാട്ടിലെന്ന് പറഞ്ഞാൽ ലാറ്റ്വിയയിലോട്ട് ഫുഡ് കഴിക്കാനൊരു കബാബ് ഷോപ്പിൽ വന്നാണ്. ഒരു തുർക്കിഷ് കബാബ്. കണ്ടിട്ട് അടിപൊളിയാണ്. നല്ല തിരക്കുണ്ട്. അപ്പോൾ കഴിച്ചു നോക്കട്ടെ. വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഒരു ചായയൊക്കെ തോന്നുന്നു. അതിൻ്റെ സാധനം ഇപ്പോൾ വരും. ഇതാണ് പോളണ്ടിലെ ഫേമസ് ആയ പോളിഷ് കബാബ്. അപ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. അങ്ങനെ പോളിഷ് കബാബ് കഴിച്ച് നേരെ പുറത്തിറങ്ങി. ഇനിയിപ്പോൾ നേരെ ബസ് സ്റ്റേഷനിലോട്ട് പോകും. പിന്നെ 1.5 മണിക്കൂറുള്ളൂ ഇനി ബസ്സിന്. അപ്പോൾ നാളെ രാവിലെ ലാറ്റ്വിയയിലേക്ക് എത്തും. പിന്നെ അപ്പോൾ ഇതെൻ്റെ ഒരു അൺഎക്സ്പെക്റ്റഡ് ട്രിപ്പ് എന്ന് തന്നെ പറയാം. പിന്നെ ആ ഫ്രണ്ട് ജർമ്മനിയിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ ലാറ്റ്വിയയിൽ നിന്ന് ഇങ്ങോട്ട് കയറി പോകുന്നതാണ്. അപ്പോൾ എന്താ പറയുക, ഞാൻ തീരെ എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു എന്താ പറയുക പോളണ്ട് വാർസോ ഇത്ര അടിപൊളിയാണെന്നൊന്നും. പക്ഷെ എന്നാലും എനിക്കിഷ്ടമായി. നല്ല പേഴ്സണലി പിന്നെ അത്യാവശ്യം പീസ്ഫുള്ളായിട്ടൊക്കെ കാണാൻ പറ്റിയ നല്ല ആർക്കിടെക്ചർ, കുറേ ബിൽഡിംഗ് ഉണ്ട്. പുതിയതും ഉണ്ട് പഴയതും ഉണ്ട്. ഓൾഡ് ടൗണൊക്കെ നല്ല അടിപൊളിയാണ്. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പോളണ്ടിൻ്റെ സ്റ്റോറീസ്. അപ്പോൾ ഇനി അടുത്ത ഏതെങ്കിലും വീഡിയോസിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.